ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് സച്ചിനോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ ഇൻവെർട്ടർ എങ്ങനെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻവെർട്ടർ മൈക്രോടെക്കിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബാറ്ററി ആയിട്ട് SF ബാറ്ററീസിൻ്റെ 150Hൻ്റെ ബാറ്ററിയാണ്. ഈ പുതിയ മോഡൽ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെർട്ടറും ആ ബാറ്ററിയും ഒറ്റ ബോക്സിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ബോക്സിലോട്ട് ബാറ്ററി ഇറക്കി വെക്കാം. ഇതിൻ്റെ ബാറ്ററിയിലോട്ട് ഇൻവെർട്ടറിൻ്റെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ബാറ്ററിയിലോട്ട് ആ ഇൻപുട്ട് വയർ കൊടുക്കാം. പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ കൊടുക്കുമ്പോൾ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകും, ആരും പേടിക്കണ്ട. പിന്നെ കൊടുക്കുന്നതിന് മുമ്പ് ഈ തെർമലുണ്ടല്ലോ, നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യുന്ന സാധനം, അത് ഇച്ചിരി സ്ക്രൂ ഡ്രൈവർ വെച്ച് ഉരച്ച് കളയാം. അത് കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയാണ് സപ്ലൈ. ഒരു സ്ക്രാച്ച് ഉണ്ടാക്കാൻ ചാറ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ കണക്ടർ ഉപയോഗിച്ച് സ്ക്രൂ നെറ്റും ബോട്ടും മുറുക്കുവാണേ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ 2 പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മുറിക്കലുണ്ട്. സ്പീഡാക്കി കാണിക്കാം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ലൈറ്റ് കത്തിയുണ്ട്, UPS ഓൺ എന്ന് പറഞ്ഞ്. ഓക്കെ, ഇത് ഇത്രയുള്ളൂ. അപ്പോൾ ലൈറ്റ് കത്തി ഇനി നമുക്ക് ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പോസ്റ്റേന്ന് വരുന്ന പറഞ്ഞല്ലോ KCBയുടെ, അതെടുത്ത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് കൊടുക്കുക. AC ഇൻപുട്ടിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ലൈൻ ഇട്ട് കാണുമല്ലോ, ഈ വീഡിയോ വെക്കുമ്പോൾ ഈ വയർ കൊടുക്കുന്ന ആൾ ലൈൻ ഇട്ട് കാണും. ഇതിൻ്റെ വേണ്ടി പ്ലഗ് ഇൻവെർട്ടർ വെക്കാൻ വേണ്ടി അതിൻ്റെ അകത്തോട്ട് ഒരു പ്ലഗ് എടുത്ത് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഔട്ട് എടുത്ത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.